It is much easier for a small animal to run uphill than for a large animal because it is easier to carry a small body weight. Smaller animals have a higher metabolic rate. Small animals have a lower oxygen requirement. The efficiency of muscles in large animals is less than in the small animals. ഇതിൽ basal metabolic rate ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബോഡി സൈസ് ആണ്. സോ സ്മോളർ ആനിമൽസിന് ഹയർ മെറ്റബോളിക് റേറ്റ് ആയിരിക്കും. ഈ ഹയർ മെറ്റബോളിക് റേറ്റ് കാരണം പ്രൊഡക്ഷൻ ഓഫ് എനർജിയും കൂടുതലായിരിക്കും സ്മോളർ ആനിമൽസിൽ. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇറ്റ് ഈസ് ഈസിയർ ഫോർ എ സ്മോൾ ആനിമൽ ടു റൺ അപ്പ് ഹിൽ ദാൻ ഫോർ എ ലാർജ് ആനിമൽ. സോ ദ ആൻസർ ഇസ് സ്മോളർ ആനിമൽസ് ഹാവ് എ ഹയർ മെറ്റബോളിക് റേറ്റ്. Which one of the following aspects is an exclusive characteristic of living things? A. Isolated metabolic reactions occur in vitro. B. Increase in mass from inside only. C. Perception of events happening in the environment and their memory. D. Increase in mass by accumulation of material both on surface as well as internally. ഇനി ഓൾ ലിവിങ് ഓർഗാനിസത്തിൻ്റെ മോസ്റ്റ് ഒബ്വിയസ് ആൻഡ് ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദെയർ എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് ഓർ എൻവയൺമെൻറ്റ് ആൻഡ് ഓൾസോ ടു റെസ്പോണ്ട് ടു ദീസ് എൻവയൺമെൻറ്റൽ സ്റ്റിമുലൈ. ഓക്കെ, ആൻഡ് ദീസ് സ്റ്റിമുലൈ ക്യാൻ ബി ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ. സോ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ആൻസർ വിൽ ബി പെർസെപ്ഷൻ ഓഫ് ഈവൻറ്റ്സ് ഹാപ്പനിങ് ഇൻ ദ എൻവയൺമെൻറ്റ് ആൻഡ് ദെയർ മെമ്മറി. The living organisms can be unexceptionally distinguished from the non-living things on the basis of their ability for A. Interaction with the environment and progressive evolution. B. Reproduction. C. Growth and movement. D. Responsiveness to touch. ഇനി ഓൾ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ഒരു ഡിഫൈനിങ് ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ദാറ്റ് ദേ ആർ അവെയർ ഓഫ് ദെയർ സറൗണ്ടിങ്സ്. ഇനി ഹ്യൂമൻ ബീയിങ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദേ ആർ ദ ഓൺലി ഓർഗാനിസം ഹു ഈസ് അവെയർ ഓഫ് ഹിംസെൽഫ്. അതായത് സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള ഒരേ ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഷ്യസ്നെസ്സിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി there are many organisms which do not reproduce. ലിവിങ് ആണെങ്കിലും റീപ്രൊഡ്യൂസ് ചെയ്യാത്ത കുറേ ഓർഗാനിസംസ് ഉണ്ട്. എക്സാമ്പിൾ എന്താ? മ്യൂൾസ്, സ്റ്റെറൈൽ വർക്കർ ബീസ്, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ് എക്സെട്ര. അതുകൊണ്ട് നമുക്ക് റീപ്രൊഡക്ഷൻ ഒരു ഓൾ ഇൻക്ലൂസീവ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതേപോലെ തന്നെ നോൺ ലിവിങ് ഓർഗാനിസം ആണെങ്കിൽ അവർ എന്തായാലും റീപ്രൊഡ്യൂസ് ചെയ്യില്ല. സോ ദേ ആർ നോട്ട് കേപ്പബിൾ ഓഫ് റെപ്ലിക്കേറ്റിംഗ് ബൈ ഇറ്റ് സെൽഫ്. സോ ഇതിൻ്റെ ആൻസർ വിൽ ബി ഇൻട്രാക്ഷൻ വിത്ത് ദ എൻവയൺമെൻറ്റ് ആൻഡ് progressive evolution. Biological organization starts with A. Cellular level, B. Organismic level, C. Atomic level, D. Submicroscopic molecular level. ഇനി ഇതിൻ്റെ ആൻസർ സബ് മൈക്രോസ്കോപ്പിക് മോളിക്കുലർ ലെവലാണ്. ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ലിവിങ് ഓർഗാനിസംസിനെയും ഫോം ചെയ്തിരിക്കുന്നത് 4 ടൈപ്സ് ഓഫ് ബേസിക് മോളിക്യൂൾസ് ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിയിക് ആസിഡ്. ഇനി ഈ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിയിക് ആസിഡ്സിനെ ഓർഗനൽസ് ഓഫ് ദി സെല്ലായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ഓരോ സെല്ലിനെയും ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. സോ ബയോളജിക്കൽ ഓർഗനൈസേഷൻ is beginning at the submicroscopic molecular level. So the answer is submicroscopic molecular level. In the taxonomic categories, which hierarchical arrangement in ascending order is correct in case of animals? A. Kingdom, class, phylum, family, order, genus, species. Kingdom കഴിഞ്ഞിട്ട് class അല്ല വരിക. So this is wrong. In second option, kingdom, order, class, phylum, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇവിടെയും കിങ്ഡം കഴിഞ്ഞിട്ട് ഓർഡർ അല്ല വരേണ്ടത്. അതുകൊണ്ട് ഈ ഓപ്ഷനും റോങ് ആണ്. നെക്സ്റ്റ് ഓപ്ഷനും സെയിം പോലെ തന്നെയാണ്, ഇവിടെ ഓർഡർ അല്ല വരേണ്ടത്. നൗ ദ ലാസ്റ്റ് ഓപ്ഷൻ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ദിസ് ഇസ് ദി ആൻസർ. ഇനി ഇവിടെ ആനിമൽസ് ആയതുകൊണ്ടാണ് ഇവിടെ ഫൈലം വരുന്നത്. പ്ലാന്റ്സ് ആയിരുന്നെങ്കിൽ ഡിവിഷനാണ് വരേണ്ടത്. ഇനി ഇവിടുത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇവിടെ അസെൻഡിങ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ ഓപ്ഷൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിസെൻഡിങ് ഓർഡറിലാണ്. സോ അത് ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്കാണ്, പക്ഷേ PYQ അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ദ ഫാമിലി മസിഡേ? A. Housefly,
B. Firefly, C. Grasshopper, D. Cockroach. ഇതിൽ ആൻസർ വരുന്നത് ഹൗസ് ഫ്ലൈ ആണ്. ഹൗസ് ഫ്ലൈ ബിലോങ്സ് ടു ദ ഫാമിലി മസ്ഡേ. ഇനി ഫയർഫ്ലൈ നോക്കുകയാണെങ്കിൽ ഫയർഫ്ലൈ ബിലോങ്സ് ടു ദ ഫാമിലി ലാംപൈറിഡേ. Grasshopper belongs to the family Acrididae and cockroach belongs to the family Blattidae family. So the answer for this question which belongs to Muscidae family is housefly. Which of the following is against the rules of ICBN? A. Generic and specific names should be written starting with small letters. B. Handwritten scientific names should be underlined. C. Every species should have a generic name and a specific epithet. D. Scientific names are in Latin and should be italicized. ഇതിൽ റോങ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ജനറിക് നെയിമും സ്പെസിഫിക് നെയിമും എഴുതുമ്പോൾ ജനറിക് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം ആൻഡ് സ്പെസിഫിക് നെയിമിൻ്റെ അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കണം. ബാക്കി എല്ലാ ഓപ്ഷൻസും കറക്റ്റാണ്. Select the correctly written scientific name of mango which was first described by Carolus Linnaeus. A. Mangifera indica Carl Linn. B. Mangifera indica Linn. C. Mangifera indica. D. Mangifera indica. ഇനി മാംഗോനെ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത ഓതറിൻ്റെ പേര് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ദാറ്റ് ഈസ് കാരലസ് ലീനിയസ്. എപ്പോഴെങ്കിലും ഒരു സ്പീഷീസിനെ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത ഓതറിൻ്റെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ആ ഒരു സയൻറ്റിഫിക് നെയിമിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ദാറ്റ് ടു നമ്മൾ ആ ഒരു പേരിൻ്റെ അബ്രീവിയേറ്റഡ് ഫോം വേണം മെൻഷൻ ചെയ്യാൻ ആഫ്റ്റർ ദ സ്പീഷീസ് നെയിം. അപ്പോൾ ഇവിടെ കാരലസ് ലീനിയസിൻ്റെ അബ്രീവിയേറ്റഡ് ഫോം ലിൻ എന്നാണ്, LINN, അല്ലാതെ കാർ ലിൻ എന്നല്ല. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ തെറ്റാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രിൻറ്റഡ് ഫോർമാറ്റിൽ സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ ഇറ്റാലിക്സിൽ വേണം എഴുതാൻ. അതുകൊണ്ട് C എന്ന് പറയുന്ന ഓപ്ഷനും വരില്ല, കാരണം ഇത് ഇറ്റാലിക്സിലല്ല എഴുതിയിരിക്കുന്നത്. ഇനി ബാക്കി രണ്ട് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ ഓപ്ഷനിൽ മാംഗിഫെറ ഇൻഡിക്കയിൽ ഇൻഡിക്കയുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. നമ്മൾ സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ എപ്പോഴും സ്പീഷീസിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്. കാരണം ജീനസിൻ്റെ നെയിം സ്റ്റാർട്ടിങ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ, സ്പീഷീസിൻ്റെ നെയിം സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഓതറിൻ്റെ നെയിം അബ്രീവിയേറ്റഡ് ഫോമിൽ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. സോ ദ ആൻസർ ഇസ് B. Nomenclature is governed by certain universal rules. Which one of the following is contrary to the rules of nomenclature? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പിക്ക് ഔട്ട് ചെയ്യണം. ഓപ്ഷൻ A. ബയോളജിക്കൽ നെയിംസ് ക്യാൻ ബി റിട്ടൺ ഇൻ എനി ലാംഗ്വേജ്. ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ബയോളജിക്കൽ നെയിംസ് എഴുതാമോ? പാടില്ല. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി റിട്ടൺ ഇൻ ലാറ്റിൻ ലാംഗ്വേജ്. സോ ഇവിടുത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണ്. സോ ഫസ്റ്റ് വൺ ഇസ് ദി ആൻസർ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. B. The first word in a biological name represents the genus name and the second is a specific epithet അല്ലെങ്കിൽ species name. Correct ആണ്. C. The names are written in Latin and are italicized. അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്, it should always be written in Latin. ഇനി D. When written by hand, the names are to be underlined. അതും കറക്റ്റ് ആണ്. The common characteristics between tomato and potato will be maximum at the level of their A. genus, B. family, C. order, D. division. ഇനി പൊട്ടാറ്റോ ആൻഡ് ടൊമാറ്റോൻ്റെ സയൻറ്റിഫിക് നെയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൊമാറ്റോൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ലൈക്കോപേഴ്സിക്കോൺ എസ്കുലൻറ്റം. പൊട്ടാറ്റോൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സൊളാനം ട്യൂബറോസം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരുടെ ജീനസ് സെയിം അല്ല. ഇനി ഇവർ രണ്ടുപേരും ബിലോങ്സ് ടു ദ സെയിം ഫാമിലി സൊളാനേസി. അപ്പോൾ സെയിം ഫാമിലിയിലാവുമ്പോൾ ഇൻ ദ സെയിം ഫാമിലീസ് അവർക്ക് എന്തുണ്ടാവും? കോമൺ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ സിൻസ് ബോത്ത് ദീസ് പ്ലാന്റ്സ് ബിലോങ് ടു ദ സെയിം ഫാമിലി സൊളാനേസിയെ അവർക്ക് മാക്സിമം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുന്നത് അറ്റ് ദ ലെവൽ ഓഫ് ദെയർ ഫാമിലി ആയിരിക്കും, ബിക്കോസ് ദി ബിലോങ് ടു ദ സെയിം ഫാമിലി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആണ് ഫാമിലി. Which one of the following organisms is scientifically correctly named, correctly printed according to the international rules of nomenclature and correctly described?
A. Musca domestica, the common house lizard, a reptile. Musca domestica house lizard അല്ല. It is house fly ആണ്. Musca domestica house fly ആണ്. So ഈ ഓപ്ഷൻ wrong ആണ്. Next option, Plasmodium falciparum, a protozoan pathogen causing the most serious type of malaria. Correct അല്ലേ? Plasmodium falciparum ആണ് malignant malaria ഉണ്ടാക്കുന്നത്, which is a very serious type of malaria. So second one is the correct answer. Now third option, Felis tigris, the Indian tiger, well protected in Gir forest. Indian tiger correct ആണ്, പക്ഷേ ഗീർ ഫോറസ്റ്റിലല്ല അവരെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ദേ ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ദ സുന്ദർബൻ ഫോറസ്റ്റ്, സുന്ദർബൻസ്. സോ ദിസ് ഓപ്ഷൻ ഈസ് ഓൾസോ റോങ്. നൗ ഓപ്ഷൻ ഡി, E. coli, full name Entamoeba coli, a commonly occurring bacterium in human intestine. E. coli commonly occurring bacterium in human intestine ആണ്, പക്ഷേ അതിൻ്റെ ഫുൾ ഫോം Entamoeba coli എന്നല്ല, ഇറ്റ് ഈസ് എഷറീഷ്യ coli. അതുകൊണ്ട് ഈ ഓപ്ഷനും റോങ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. Which one of the following animals is correctly matched with its particular named taxonomic category? A. Tiger, tigris, the species. B. Cuttlefish, mollusca, a class. C. Humans, primata, the family. D. Housefly, musca, an order. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ടൈഗറിൻ്റെ സയൻറ്റിഫിക് നെയിം ഫെലിസ് ടിഗ്രിസ് എന്നാണ്. അപ്പോൾ ടിഗ്രിസ് സ്പീഷീസ് തന്നെയാണ് കറക്റ്റ്. സെക്കൻഡ് ഓപ്ഷൻ കട്ടിൽ ഫിഷ്, മൊളുസ്ക ക്ലാസ് അല്ല. സോ ഇത് റോങ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഹ്യൂമൻസ്, പ്രൈമേറ്റ കറക്റ്റാണ്, പക്ഷേ പ്രൈമേറ്റ ഫാമിലി അല്ല, പ്രൈമേറ്റ ഓർഡർ ആണ്. ഹ്യൂമൻസിൻ്റെ ഫാമിലി ഹോമിനിഡേ ആണ്. ഇനി ഹൗസ് ഫ്ലൈൻ്റെ സയൻറ്റിഫിക് നെയിം മസ്ക ഡൊമസ്റ്റിക്ക എന്നാണ്. അപ്പോൾ മസ്ക ജീനസ് ആണ് വരേണ്ടത്, ഓർഡർ അല്ല. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ എ, ടൈഗർ ടിഗ്രിസ് ദ സ്പീഷീസ്. ICBN stands for A. International Code of Botanical Nomenclature, B. International Congress of Biological Names, C. Indian Code of Botanical Nomenclature, D. Indian Congress of Biological Names. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ, അത് കറക്റ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ ഇൻ്റർനാഷണൽ കോൺഗ്രസ്, കോൺഗ്രസ് അല്ല, ഓഫ് ബയോളജിക്കൽ നെയിംസ് അല്ല, ICBN ബൊട്ടാനിക്കൽ നെയിംസിന് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി സി, ഓപ്ഷൻ സി ആണെങ്കിൽ ഇന്ത്യൻ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ, ഇന്ത്യൻ അല്ല, ഇത് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സോ ഇന്ത്യൻ വരില്ല. ഈ സെയിം മിസ്റ്റേക്ക് തന്നെയാണ് ഫോർത്ത് ഓപ്ഷനിലും. സോ ഇവിടുത്തെ ആൻസർ എ, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. The contrasting characteristics generally in a pair used for identification of animals in taxonomic key are referred to as A. alternate, B. lead, C. couplet, D. doublet. അപ്പോൾ ഇത് NCERTന്ന് ഡയറക്റ്റ്ലി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ജനറലി ഇൻ എ പെയർ ഇൻ എ കീ, അതിനെ വിളിക്കുന്ന പേരാണ് കപ്ലെറ്റ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി, കപ്ലെറ്റ്. Match the items given in column 1 with those in column 2 and select the correct option given below. A. Herbarium. Herbarium എന്ന് പറഞ്ഞാൽ എന്താ? It is a place where dried and pressed plant specimens are mounted on a sheet. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ 3 ആയിട്ടാണ് വരിക. ഇനി കെ നോക്കുകയാണെങ്കിൽ എന്താ വരിക? A booklet containing a list of characters and their alternates which are helpful in identification of various taxa. കീയിൽ എന്തുണ്ടാവും? കപ്ലെറ്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഓർഗാനിസത്തിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. സോ കീ ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി ഓപ്ഷൻ സി, മ്യൂസിയം. മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ് ഹാവിങ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽസ്. സോ മ്യൂസിയം ഓപ്ഷൻ 1 ആണ് വരിക. ഇനി ലാസ്റ്റ് ഓപ്ഷൻ കാറ്റലോഗ്. കാറ്റലോഗ് എന്ന് പറയുന്നത് a list that enumerates methodically all the species found in an area with brief description aiding identification. അപ്പോൾ കാറ്റലോഗ് സെക്കൻഡ് ഓപ്ഷൻ. സോ ഇതിൻ്റെ ആൻസർ എ ഓപ്ഷൻ 3, ബി ഓപ്ഷൻ 4, സി ഓപ്ഷൻ 1 ആൻഡ് ഡി ഓപ്ഷൻ 2.
അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി. Which one of the following is not a correct statement? A. Botanical gardens have collection of living plants for reference. Correct അല്ലേ? ലിവിങ് പ്ലാന്റ്സ് ആണ് ബൊട്ടാനിക്കൽ ഗാർഡൻസിലുള്ളത്. ഓപ്ഷൻ ബി. A museum has collection of photographs of plants and animals. മ്യൂസിയംസിൽ ഫോട്ടോഗ്രാഫ്സ് ആണോ ഉള്ളത്? അല്ല, ഫോട്ടോഗ്രാഫ്സ് അല്ല. അവിടെയുള്ളത് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ്. ഇനി ഓപ്ഷൻ സി. കീ ഇസ് ടാക്സോണമിക് എയ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്പെസിമെൻസ്. അതും കറക്റ്റാണ്. കീയിൽ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കപ്ലറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ്ഫുള്ളാണ്. ഇനി അടുത്തത് ഹെർബേറിയം ഹൗസസ് ഡ്രൈഡ് പ്രസ്ഡ് ആൻഡ് പ്രിസർവ്ഡ് പ്ലാന്റ് സ്പെസിമെൻസ്. അതും കറക്റ്റാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി.